ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. മൂന്നാറിലോട്ട് പോകുന്ന വഴികളിലെല്ലാം നമുക്ക് തേയിലത്തോട്ടങ്ങളും പിന്നെ ഈ മഞ്ഞ് മൂടി കിടക്കുന്ന കാഴ്ചകളാണ് കാണാൻ കൂടുതലുള്ളത്. മൂന്നാറിലോട്ട് പോകുമ്പോൾ ആദ്യം നമുക്ക് നല്ലൊരു കയറ്റമായിരിക്കും. കയറി കയറി നമ്മൾ മേളിലെത്തും. അത് കഴിഞ്ഞിട്ട് ഇത് ഇപ്പം ചെറിയതായിട്ട് താഴോട്ട് പോകുന്ന കൂട്ടാണ്. നല്ല തണുത്ത കാറ്റൊക്കെ ആസ്വദിച്ചുകൊണ്ടാണ് നമ്മൾ പോകുന്നത്. രണ്ട് സൈഡിലും തേയിലത്തോട്ടങ്ങളും പിന്നെ കാണാനുള്ളത് മലകളാണ്. ഞങ്ങൾ മൂന്നാറിൽ സ്റ്റേ ചെയ്തത് സ്റ്റേർലിംഗ് മൂന്നാർ എന്ന് പറഞ്ഞുകൊണ്ടുള്ള റിസോർട്ടിലാണ്. നമ്മൾ പ്രീ ബുക്കിംഗ് ചെയ്തുകൊണ്ട് ഓൾറെഡി റൂംസ് എല്ലാം പ്രിപ്പയർ ചെയ്ത് വെച്ചേക്കുമായിരുന്നു. നമ്മൾ എത്തിയപ്പോഴത്തേക്കിന് കീസ് തന്ന് എളുപ്പം തന്നെ നമ്മുടെ സാധനങ്ങളെല്ലാം റൂമിലോട്ട് ഷിഫ്റ്റ് ചെയ്തു. അതിലെടുത്ത് പറയേണ്ടത് റൂം സർവീസും അവരുടെ ഹോസ്പിറ്റാലിറ്റിയും നല്ലതായിരുന്നു. ഈ റിസോർട്ടിൽ തന്നെ ഒത്തിരി ഫെസിലിറ്റീസ് ഉണ്ടായിരുന്നു. പിള്ളേർക്ക് വേണ്ടി പാർക്ക്, സ്വിമ്മിംഗ് പൂൾ, സ്പാ, ഫിറ്റ്നസ് സെൻറ്റർ. ഇതാണ് മെയിൻ ബിൽഡിംഗ്. ഇവിടെയാണ് റിസപ്ഷൻ ഉള്ളത്. ഇവിടെ തന്നെ റെസ്റ്റോറൻറ്റ്, മൾട്ടി ക്യൂസിൻ റെസ്റ്റോറൻറ്റ് ഉണ്ട്. പിന്നെ ഉള്ളത് അവർക്ക് ക്വാർട്ടേഴ്സ് പോലൊക്കെ വേറെ വേറെ ബിൽഡിങ്സ് ആണ്. ഞങ്ങൾ ഒന്നിലായിരുന്നു താമസിച്ചത്. അപ്പോൾ അവിടുത്തെ ഒരു റൂം ടൂർ ആവാം. ഞങ്ങൾ താമസിച്ച സെക്കൻഡ് ഫ്ലോറിലായിരുന്നു. അതിൻ്റെ ചുറ്റിനും മരങ്ങളും ചെടികളും അതെല്ലാം മെയിൻറ്റെയിൻ ചെയ്യാനും ആൾക്കാരുണ്ട്. നല്ല രീതിയിൽ അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അങ്ങനെ നമ്മൾ റൂം തുറക്കുമ്പോഴത്തേക്കും നമുക്ക് വാഷ്റൂം ആണെങ്കിലും ഇവിടെ ഒരു സൈഡിലാണെങ്കിൽ ഒരു വാർഡ്റൂം കൊടുത്തിട്ടുണ്ട്. അവിടെ നമുക്ക് സാധനങ്ങളൊക്കെ വെക്കാനും എല്ലാത്തിനും നല്ല സൗകര്യമുള്ള റൂമായിരുന്നു. വാർഡ്രോബ് നല്ല സ്പേഷ്യസ് ആയിരുന്നു. നമ്മുടെ സാധനങ്ങളെല്ലാം വെക്കാൻ പറ്റുമായിരുന്നു. അങ്ങനെ തന്നെ ഹാങ്ങറും അങ്ങനെയൊക്കെ അത്യാവശ്യത്തിന് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ തന്നെ റൂമാണെങ്കിലും നല്ല സ്പേഷ്യസ് ആയിരുന്നു. ഈ സൈഡിൽ തന്നെ ഒരു മിററുണ്ട്. അത് ഫുൾ മിററാണ്, ഫുൾ ലെങ്ത് മിറർ. പിന്നെ നമുക്ക് സോഫ കം ബെഡ് ഉണ്ടായിരുന്നു. ഈ ഓറഞ്ച് കളറിൻ്റെ കാണുന്നത് സോഫ കം ബെഡാണ്. അത് നമ്മൾ അറേഞ്ച് ചെയ്യാൻ വേണ്ടിയാണ് റൂം സർവീസിൽ പറഞ്ഞായിരുന്നു. അപ്പം അതിന് അത്രയും കിളത്തമില്ലായിരുന്നു. അപ്പോൾ അവർ ഒരു എക്സ്ട്രാ ബെഡ് തന്നെ നമുക്ക് പ്രൊവൈഡ് ചെയ്തായിരുന്നു. പിന്നെ അത്യാവശ്യത്തിനുള്ള ലൈറ്റ്സും എല്ലാം കാര്യങ്ങളുണ്ടായിരുന്നു. നല്ലൊരു വൈബായിരുന്നു റൂമിനകത്ത് തന്നെ. പിന്നെ ഒരു ഡൈനിങ് ടേബിൾ പോലെ ഒരു ടേബിളും ചെയറും സീറ്റിങ്ങും ഉണ്ടായിരുന്നു. TV, പിന്നെ ഹീറ്റർ ഉണ്ടായിരുന്നു, റൂം ഹീറ്റർ ഉണ്ടായിരുന്നു. എന്നിട്ട് ഈ ഏരിയനെ നമുക്ക് കിച്ചൺ ഏരിയ എന്ന് പറയാം. ഞാൻ ഇവിടെ മൈക്രോവേനും ചെറിയൊരു ഫ്രിഡ്ജ് ഉണ്ടായിരുന്നു. കബറിൻ്റെ താഴത്തെ കബറിനകത്തുണ്ടായിരുന്നു. പിന്നെ കെറ്റിൽ, ടീ, കോഫി ഉണ്ടാക്കാനുള്ള എല്ലാം പ്രൊവിഷൻസ് ഉണ്ടായിരുന്നു അവിടെ. അങ്ങനെ അത്യാവശ്യത്തിനെല്ലാം ഉള്ള ഒരു കിച്ചൺ ഏരിയ എന്ന് പറയാം ഇതിന്. അപ്പോൾ എല്ലാവർക്കും രാവിലത്തെ ഒരു കാഴ്ച കാണിച്ചു തരാം റൂമിൽ നിന്ന്. ഞങ്ങൾ റൂം ഹീറ്റർ ഓൺ ചെയ്തിട്ടായിരുന്നു കിടന്നുറങ്ങിയത്. അത്രയ്ക്ക് തണുപ്പായിരുന്നു. കണ്ടില്ലേ രാവിലത്തെ കാഴ്ച? നല്ല അടിപൊളി കാഴ്ചയായിരുന്നു. സൺറൈസും പിന്നെ താഴോട്ട് നോക്കുമ്പം ചെടികളും മരങ്ങളും എല്ലാം കൂടെ കാണുമ്പോഴത്തേക്കിന് നല്ല രസമുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ രാവിലെ കോഫിയൊക്കെ ഉണ്ടാക്കി കുടിച്ച് റെഡിയായിട്ട് ഇവിടെ കോംപ്ലിമെൻ്ററി ആയിരുന്നു ബ്രേക്ക്ഫാസ്റ്റ്. നമ്മൾ 2 ദിവസമായിരുന്നു സ്റ്റേ ചെയ്തത്. 2 നൈറ്റ് സ്റ്റേ ആയിരുന്നു. 2 ദിവസവും നമുക്ക് മോർണിംഗ് കോംപ്ലിമെൻ്ററി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടായിരുന്നു. ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഐറ്റംസാണ് ഇതൊക്കെ. പഴങ്കഞ്ഞിയുടെ കൂടെയുള്ള കൂട്ടാനുകളൊക്കെ. അങ്ങനെ തന്നെ ബ്രെഡ്സ്, മഫിൻസ്, അങ്ങനെ തന്നെ ടോസ്റ്റഡ് ബ്രെഡും അല്ലാത്ത ബ്രൗൺ ബ്രെഡ് ആയാലും നോർമൽ ബ്രെഡ് ആയാലും ബട്ടർ, ജാം, പിന്നെ ഉപ്പിലിട്ടതും അച്ചാറുകളും, പിന്നെ ജ്യൂസ്, മിൽക്ക് ഷേക്ക്, ഫ്രൂട്ട്സ്, സ്പ്രൗട്ട്സ് ഉണ്ടായിരുന്നു. പിന്നെ സാമ്പാർ, ചൂടോടെ ഇഡ്ഡലി,
ചമ്മന്തി 2 ടൈപ്പിൻ്റെ ചമ്മന്തി ഉണ്ടായിരുന്നു. ഒന്ന് തേങ്ങാ ചമ്മന്തി, പിന്നെ വട, തക്കാളി ചമ്മന്തി, പിന്നെ അപ്പത്തിൻ്റെ പകരം നെക്സ്റ്റ് ഡേ ഞങ്ങൾക്ക് പുട്ടായിരുന്നേ. പിന്നെ സ്റ്റൂ, വെജിറ്റബിൾ സ്റ്റൂ, ഇതിൻ്റെ പകരം കടലക്കറി ഉണ്ടായിരുന്നു. പിന്നെ പറാഠ, സ്റ്റഫ്ഡ് പറാഠ, പിന്നെ അതിൻ്റെ കൂടെ ചോല ഉണ്ടായിരുന്നു. പിന്നെ ബട്ടൂര, വേറൊരു ദിവസം പൂരിയായിരുന്നു. അങ്ങനെ കേസരി, പിന്നെ സേമിയ ഉപ്മ, ഗാർലിക് പൊട്ടാറ്റോ ടോസ്റ്റ്, പാൻ കേക്ക്, മുട്ട പുഴുങ്ങിയത്, ബോയിൽഡ് എഗ്, കെലോഗ്സ്, ചോക്കോസ്, ടീ, കോഫി. അതിൻ്റെ കൂടെ ലൈവ് കൗണ്ടറും ഉണ്ടായിരുന്നേ. ദോശ, മസാല ദോശ, ഓംപ്ലേറ്റ്, ബ്രെഡ് ഓംപ്ലേറ്റ്, അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ചിട്ട് ഒന്ന് വെളിയിലോട്ട് ഇറങ്ങാൻ വേണ്ടി റെഡി ആയിട്ടുണ്ട്. അടുത്ത മൂന്നാർ വിശേഷമായിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരെ ടേക്ക് കെയർ, ബൈ. ഡു സബ്സ്ക്രൈബ് മൈ ചാനൽ ഫോർ മോർ വീഡിയോസ്.